ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. ഉച്ചപൂജയ്ക്ക് ശേഷം ചടങ്ങുകളോടെ വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയിൽ ആരോഗ്യം ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഈ വർഷത്തെ ആറന്മുള വള്ളസദ്യയ്ക്ക്, വഴിപാട് വള്ളസദ്യയ്ക്ക് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ തുടക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഭക്തി നിർഭരമായി അതാത് ചടങ്ങുകളോടുകൂടെ വഞ്ചിപ്പാട്ടിന്റെ താളത്തോടൊപ്പമാണ് ഓരോ ഇനങ്ങളായി ഇലയിൽ വിളമ്പിയത്. ഉച്ചപൂജയ്ക്ക് ശേഷം കൃത്യമായി തന്നെ ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്രം മേൽശാന്തി അഗ്നി വിളക്ക് പള്ളിയോട സേവാ സംഘത്തിന് പകർന്നു നൽകി. ആ വിളക്ക് കൊളുത്തിയതിനു ശേഷമാണ് ഇലയിൽ ഓരോരോ വിഭവങ്ങളായി വഞ്ചിപ്പാട്ടിന്റെ താളത്തോട് കൂടിയിട്ട് 44 ഇനങ്ങൾ ഇലയിൽ നേരിട്ട് വിളമ്പുന്നതും അതുപോലെ തന്നെ 15 ഇനങ്ങൾ വള്ളപ്പാട്ട് അല്ലെങ്കിൽ വഞ്ചിപ്പാട്ട് ചൊല്ലുന്നതിൻ്റെ അനുസരിച്ചും വിളമ്പുന്നതാണ്. ശ്ലോകം ചൊല്ലി ചോദിക്കുമ്പോഴാണ് ബാക്കി 15 ഇനങ്ങൾ വിളമ്പുന്നത്. ആരോഗ്യം ദേവസ്വം മന്ത്രി കെ മുരളീധരനാണ് വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അതുപോലെ തന്നെ ജില്ലയിലെ MLA-മാർ, MP-മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടിട്ടാണ് ഭക്തി നിർഭരമായി വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോട് കൂടിയിട്ട് ഈ വർഷത്തെ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായത്. ഇനി 2 മാസക്കാലം ആറന്മുളയിൽ വഞ്ചിപ്പാട്ടിന്റെയും അതുപോലെ തന്നെ വള്ളസദ്യയുടെയും കാലമായിരിക്കും. വഴിപാട് വള്ളസദ്യകളാണ്. 52 പള്ളിയോടങ്ങളാണ് വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ദിവസം 10 പള്ളിയോടങ്ങൾക്കാണ് വള്ളസദ്യ ഉള്ളത്. അത് കഴിഞ്ഞ് ഓരോ ദിവസവും വഴിപാട് കഴിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഓരോരോ വള്ളങ്ങളായിട്ട് ഈ സദ്യയിൽ പങ്കെടുക്കും. മൊത്തം 52 പള്ളിയോടങ്ങളാണ് വള്ളസദ്യയിൽ പങ്കെടുക്കുക. ഇനി 2 മാസമാണ് ഈ വള്ളസദ്യ ഉള്ളത്. അതോടൊപ്പം തന്നെ തിരുവോണത്തിൻ്റെ അന്ന് തിരുവോണ സദ്യ ഉണ്ടാവും. അതിനുശേഷം അഷ്ടമി രോഹിണിക്കും വള്ളസദ്യ ഉണ്ടാവും. ഓഗസ്റ്റ് 30-നാണ് ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നടക്കുക. അതിനുശേഷം സെപ്റ്റംബർ 16 വരെ ഈ വള്ളസദ്യകൾ ആറന്മുളയിൽ തുടരുന്നതായിരിക്കും. ആറന്മുളയിൽ നിന്നും സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.